ഗൈസ്, ഇന്ന് ഞാൻ ഒരു ടിപ്പറിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആരും ഈ ടിപ്പർ വാങ്ങരുത്. നമ്മൾ സ്വയം തൊഴിലിന് വേണ്ടി നല്ലൊരു ടിപ്പർ കാശ് കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കിയ ഒരു ടിപ്പർ ഇറക്കിയപ്പം, ഷോറൂമിൽ നിന്ന് ടിപ്പർ ഇറക്കിയപ്പോൾ അതിനുണ്ടായ ഫോൾട്ടുകൾ, അതിന് നല്ല വശങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കിക്കോണം, ഈ ടിപ്പർ എന്ന് വെച്ചാൽ നമ്മൾ പാറമടയിലൊക്കെ പണിയെടുത്ത് കല്ല് കയറ്റിക്കൊണ്ടും മണ്ണ് കയറ്റിക്കൊണ്ടും വരുമ്പം അതിന് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ലോഡ് കയറേണ്ട വണ്ടിയാണ്. പുറകെ കൊണ്ടുവന്നിട്ട് ഒരു ടയർ വെച്ചേക്ക്. എങ്ങനെ താങ്ങും ഈ വണ്ടി? പറ, ഈ ടയറേത്ത വണ്ടി എങ്ങനെ താങ്ങും? ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതും ശരിയാക്കി തരാമെന്ന്, ഒരു 2 ടയറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവർ ഇത്ര ലോഡ് കയറ്റി പോകുന്ന വണ്ടിയിൽ ഡ്രൈവർ എങ്ങനെ കയറും? ഡോറില്ല. നോക്കണ്ടോ, ഡോറില്ല. നല്ല ഇടപാടായി കാണിച്ചേക്കുന്നത്. ഡോറില്ല, 2 സൈഡിലും ഡോറില്ല. ഡ്രൈവർ ഈ ലോഡ് കയറ്റി വണ്ടി എങ്ങനെ ഓടിക്കും? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതായിക്കൊണ്ടിരിക്കുക. ഇതില്ല, ഡോറില്ല വണ്ടിക്ക്. പിന്നെ ഈ പറയുന്ന 3 പേരകത്ത് ഇരിപ്പുണ്ട്, 4 പേരകത്ത് ഇരിപ്പുണ്ട്. അവരൊന്നും ഇറക്കാൻ പോലും പറ്റുന്നില്ല ഈ ഡോറില്ലാത്തത് കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് പോലും ഇല്ല, ഹെഡ് ലൈറ്റ് ഇല്ല. ഇതും കൊണ്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ MVD ഫൈൻ അടിക്കും. കണ്ടോ, നമ്പർ പ്ലേറ്റ് ഇല്ല, ഒരു സാധനമില്ല. പിന്നെ എങ്ങനെ? പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇത് അൺലോഡ് ചെയ്യും? കണ്ടോ, പൊക്കണമെങ്കിൽ കൈ വെച്ച് പൊക്കണം. അതിന് ഹൈഡ്രോളിക് സാധനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെ പുറകെ കണ്ടത് ഇതുണ്ടോ, ഇതിങ്ങോട്ട് മണ്ണ് കയറ്റിയിട്ട് ഇങ്ങനെ പൊക്കുന്നുണ്ടേ, നമ്മൾ പൊക്കുന്നുടനെ ഈ മണ്ണ് പോകണമെങ്കിൽ ഈ പുറയിലത്തെ ഇടുവും തുറക്കണം. ഇതും തുറക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് വണ്ടി ഇതെടുത്ത് ദയവ് ചെയ്ത് കസ്റ്റമേഴ്സ് ആരും ഈ വണ്ടി എടുക്കരുത്. വേറെ നല്ല ടിപ്പർ ബുക്ക് ചെയ്ത് എടുക്കണം. ഇതുമാതിരി വൃത്തിയായിട്ട വണ്ടി നോക്കുന്നുണ്ടോ, ഒന്നുമില്ല. പെട്രോൾ ടാങ്ക് ഒരെണ്ണം പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പറഞ്ഞ പെട്രോൾ അടിക്കാൻ ടാങ്കിൽ മണ്ടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ഇതിലെ പെട്രോൾ അടിക്കും. പിന്നെ അടിച്ച പെട്രോൾ ഇതുവഴി ഇറങ്ങി പോവുകയും ചെയ്യും, ഗ്യാപ്പ് കണ്ടോ. പിന്നെ എങ്ങനെ മുതലാവും? നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തൊരു തൊഴിൽ വേണ്ടി എടുത്ത വണ്ടിയാണ് കണ്ടോ. ഇപ്പോൾ ഒരിതുമില്ല, നോക്കുന്നുണ്ടോ, ഗ്ലാസ് ഇല്ല, നമ്പർ പ്ലേറ്റ് ഇല്ല, സൈഡ് മിറർ ഇല്ല കേട്ടോ. സൈഡ് മിറർ ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ MVD കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഫൈൻ അടിച്ച് കൈ തരും കണ്ടോ. സൈഡ് മിറർ ഇല്ല, ഹെഡ്ലൈറ്റ് ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അലോയ് വീലുണ്ട്. 4 ടയറിനും അലോയ് വീലാണ്. ഡിസ്ക് ബ്രേക്കാണ്, ഹൈഡ്രോളിക്ക് നല്ല സൂപ്പർ ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്. ഡിസ്കല്ല, ഹൈഡ്രോളിക്ക് ആണെന്ന് തോന്നുന്നു. ആർക്കറിയാം, അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4-5 മറ്റേ 18-ാം പടി പോലെ കുറേ പടികൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ? എനിക്ക് തോന്നുന്നത് ഇത് കയറിയിട്ടെ മണ്ണ് തട്ടിയിടാൻ വേണ്ടി, ഇങ്ങനെ കിളത്താൻ ഹൈറ്റ് തള്ളിയിടാൻ വേണ്ടി ആയിരിക്കും. അതും കൊടുത്തിട്ടുണ്ട്. പുറകിൽ നമ്പർ പ്ലേറ്റ്, ഇൻഡിക്കേറ്റർ, ഈ സാധനങ്ങളൊന്നുമില്ല. ഇതെല്ലാം പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പൈസ. അതുകൊണ്ട് നമ്മൾ കമ്പനി തന്നെ തിരിച്ചു കൊടുക്കാൻ പോകണം ഈ വണ്ടി.